ഹലോ കൂട്ടുകാരെ, കമൻസ് ആയിട്ട് വന്ന ഡൗട്ട്സിനെ ഉള്ള ആൻസേഴ്സുമായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യത്തെ ഡൗട്ട് അല്ലെങ്കിൽ ആദ്യത്തെ കമൻറ്റ് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത്, അവേക്കനിങ്ങിൽ വന്നേ പിന്നെ ബ്രദർ കാർമിക് ട്രിഗേഴ്സ് തരുന്നു. ഈ ഒരു ട്രിഗേഴ്സിനെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ട്രിഗേഴ്സിനെ എങ്ങനെ ഹീൽ ചെയ്യാവുന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ കൂടെ തന്നെ, അതായത് ഇനിയൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാർമിക് എഫക്റ്റ് കുറയ്ക്കാനായിട്ട് ഫാസ്റ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും റിലേറ്റ് ചെയ്യുന്നത് കാർമിക് ട്രിഗേഴ്സിനെ കുറിച്ചും കർമ്മയെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ട്രിഗേഴ്സിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ബ്രദറാണ് ട്രിഗേഴ്സ് തരുന്നത്, കാർമിക് ട്രിഗേഴ്സ് തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഒരു സോൾ ലെവലിൽ ബ്രദറിനെ കാണുക. അതായത് ഇതെൻ്റെ ബ്രദറാണ്, സിസ്റ്ററാണ്, സ്ലിബ്ലിങ്സ് ആണ്, അല്ലെങ്കിൽ പേരൻസ് ആണ്, കുട്ടികളാണ്, പാർട്ട്ണറാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ ഈ ജന്മത്തിൽ വന്നിട്ടുള്ള ഒരു ബന്ധം കൊണ്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് അവിടെ വരും. വെറാസ് സോൾ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഈ ജന്മം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് കാർമിക് ലെസൺസ്, ഒരു കാർമിക് ആണെങ്കിൽ കാർമിക് ലെസൺസ് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ബ്രദർ കണ്ടിന്യൂസ് ആയിട്ട് ട്രിഗേഴ്സ് തരുന്നു എന്ന് പറയുന്നു. ഈ ട്രിഗേഴ്സിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഒന്നിരുന്ന് സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ, അല്ലെങ്കിൽ തരുന്ന ട്രിഗേഴ്സിലെല്ലാം ഒരു പാറ്റേൺ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. ആ പാറ്റേണെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആ പാറ്റേണെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മേ ബി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവിടെ ഒരു കോഡിപ്പെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, തനിയെ ചെയ്താൽ എന്താണ്, ഇത് നിനക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, തന്നെ ചെയ്താൽ മതി. ഇതൊക്കെ പറയുമ്പോൾ, കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം പെയിൻഫുള്ളായിരിക്കാം. മേ ബി എൻ്റെ ബ്രദർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നോ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല എന്നോ ഒക്കെ ഉള്ള ഓരോ പെയിൻ വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. നമ്മളുടെ ആ ഒരു സെൽഫ് ഇൻഡിപെൻഡൻസിലേക്ക് എത്തിക്കാനായിട്ട് അവർ കോൺഷ്യസ്ലി അല്ലാതെ ഒരു എഫേർട്ട് തന്ന് നമുക്ക് ട്രിഗർ തരികയാണ്. ഇതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അവർ തരുന്ന ട്രിഗേഴ്സിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ ഒന്ന് ലിസ്റ്റാക്കി ആ ഓരോ കാര്യങ്ങളെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ആ കാർമിക് ലെസൺ അവിടെ അവസാനിക്കും. സോ ദാറ്റ് ആ ട്രിഗേഴ്സും അവിടെ അവസാനിക്കും. അതായത് ട്രിഗേഴ്സിൻ്റെ മെയിൻ ഉദ്ദേശമെന്ന് പറയുന്നത് സെയിം കൈൻഡ് ഓഫ് പാറ്റേൺസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ലെസൺസ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. വൺസ് ആ ലെസൺ ഫിനിഷ് ചെയ്ത് കഴിയുമ്പം അവിടെ ആ ഒരു കാർമിക് കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ട്രിഗേഴ്സും അവസാനിക്കുകയും ചെയ്യും. ഇനിയൊരു കാര്യം, ഇവിടെ ആ ക്വസ്റ്റ്യൻ, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാർമിക് എഫക്റ്റ് കുറയ്ക്കാനായിട്ട് ഫാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഫാസ്റ്റിങ്ങിനേക്കാളും കൂടുതലായിട്ട് കാർമിക് എഫക്റ്റ് കുറയ്ക്കുന്നതിലും ലെസൺസ് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഫാസ്റ്റിംഗ് മാത്രം ചെയ്താൽ പോരാ. ആ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ചോയ്സാണ്. ആ ഓരോ ചോയ്സിലും അവർ ചൂസ് ചെയ്യുന്ന മെത്തേഡിൽ അവർക്ക് ഫാസ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പം നമ്മളുടെ കർമ്മേനെ പെട്ടെന്ന് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മളുടെ നല്ല കർമ്മങ്ങളെന്ന് പറയുമ്പം നമ്മളുടെ തോട്ട്സിൽ പോലും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ വരുമ്പം, നമ്മളുടെ ഷാഡോ സെൽഫിനെ ഹീൽ ചെയ്തുകൊണ്ട് നമ്മുടെ പർപ്പസിലേക്ക് എത്തുമ്പം. സോ എനിക്ക് തോന്നുന്നു, ഒരു ഫാസ്റ്റിംഗ് മെത്തേഡിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രാക്ടിക്കലി, അല്ലെങ്കിൽ ഒരു 3D ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ അവെയറായിരിക്കുക, ഒരു കാർമിക് പുതിയ കർമ്മയെ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അവെയറായിട്ടിരിക്കുക. അതൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ, ഉള്ള കർമ്മങ്ങളെ പശ്ചാത്താപത്തിലൂടെ നമുക്ക് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ പറയുന്ന പോലെ ഫൊർഗീവ്നെസ് നമുക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ്, മറ്റുള്ളവരോട് ചോദിക്കാവുന്നതാണ്. കാർമിക് ലെസൺസ് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ പോയിൻ്റ്, അതായത് ഈ ആദ്യം പറഞ്ഞ പോലെ, എന്താണ് ഞാൻ ഈ ഒരു
സിറ്റുവേഷനിൽ നിന്നും ഈ ഒരാൾ തരുന്ന ട്രിഗേഴ്സിൽ നിന്നും പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കി ആ ഒരു കാര്യത്തെ പഠിച്ച് ആ കാര്യങ്ങളെ, അതായത് അവിടുന്ന് വന്ന പെയിനിനെ ലെറ്റ് ഗോ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് കർമ്മയെ ക്ലിയർ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വളരെ ഹെവി ആയിട്ടുള്ള ഒരു കാർമിക് പാറ്റേൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണുമായിട്ട് കോഡ് കട്ട് ചെയ്യാവുന്നതാണ്. കാരണം എത്രിക് കോഡ്സ് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നിടത്തോളം കാലം നമ്മൾ എത്ര നമ്മളെ ഹീൽ ചെയ്താലും പിന്നെ ആ തോട്ട്സ് വരും. നമുക്ക് ആ തോട്ട്സ്, അവരുടെ തോട്ട്സ് വരുന്നുണ്ട്. ആ ട്രിഗേഴ്സ് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവരുടെ എനർജി നമ്മുടെ എനർജറ്റിക് ഫീൽഡിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ കോഡ് കട്ടിങ് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത്, സൈക്കിക് അറ്റാക്ക് നടന്നു കഴിഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അനങ്ങാൻ പറ്റുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. അതായത് ബേസിക്കായിട്ട് പറയുമ്പം നമുക്ക് പഴയ പോലെ അത്രയും പോസിറ്റിവിറ്റിയിലൂടെ നമ്മളുടെ കാര്യങ്ങളെ നോക്കി കാണാനോ ചെയ്യാനോ കഴിയുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, സൈക്കിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. സൈക്കിക് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ആദ്യത്തെ കാര്യം, നമ്മുടെ നെഗറ്റീവ് തോട്ട് പാറ്റേൺ തന്നെയാണ് നമ്മളെ ഹിറ്റ് ബാക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ എത്രിക് കോഡ്സ് കണക്റ്റഡ് ആണെങ്കിൽ മറ്റുള്ള ആൾക്കാരിലൂടെ, ഇമോഷൻസിലൂടെ, സിറ്റുവേഷൻസിലൂടെ നമ്മളിലേക്ക് വരുന്ന ഒരു ലോവർ വൈബ്രേഷണൽ എനർജി. അപ്പോൾ നമ്മൾ സൈക്കിക് അറ്റാക്ക് ആയി എന്ന്, അല്ലെങ്കിൽ നമ്മളിൽ ആ ഒരു അറ്റാക്ക് വളരെ നാച്ചുറലാണ് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ സൈക്കിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് നമ്മളിൽ വന്നു എന്ന് പറയുമ്പം നമ്മൾക്ക് ആ ഒരു അവെയർനെസ് വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സൈക്കിക് അറ്റാക്ക് വരുമ്പോൾ എന്താണ്, നമുക്ക് ചെയ്യുന്ന ജപങ്ങൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ പോകുന്ന ദേവാലയങ്ങളിൽ പോകാനുള്ള ഒരു മനസ്സ് തോന്നില്ല. ഇൻ കേസ് നമുക്ക് പോകാൻ തോന്നിയാൽ പോലും ആ ഒരു മൊമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ മുടക്കങ്ങൾ വരും. പിന്നെ നമ്മളങ്ങ് ഉൾവലിയും. എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വെറുതെ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഗ്രൗണ്ടിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ. അതേപോലെ തന്നെ ജപങ്ങൾ, അതിപ്പം നമുക്കിഷ്ടമുള്ള ആ ഒരു ഡയറ്റി, അതിപ്പോൾ ഏഞ്ചൽസ് ആവാം, ദേവീദേവന്മാരാവാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ചശക്തിനെ എപ്പോഴും സ്മരിക്കുക എന്നുള്ളതാണ്. സോ അതിലൂടെ നമ്മളിലുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേണെ, ആ സൈക്കിക് അറ്റാക്കിലൂടെ നമ്മളിലേക്ക് ഇൻസ്റ്റിലായത്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി കിടന്ന നെഗറ്റീവ് പാറ്റേൺ സർഫേസിൽ വന്നത്, അതിനെ പതിയെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ പതിയെ, അത് ഇപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കണക്റ്റ് ആവാൻ പറ്റുമെന്നല്ല പറയുന്നത്, ഇതൊരു കോൺസ്റ്റൻറ്റ് എഫേർട്ടിലേക്ക് നമ്മളതിനെ ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടൈം പ്രോസസ്സിൽ, ആ ഒരു ടൈം ബീയിങ്ങിൽ പതിയെ നമ്മളുടെ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന, മരണപ്പെട്ടവരുടെ ഫോട്ടോസ്, ന്യൂസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എവിടെ പോയാലും കാണുന്നു, ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾക്ക് സ്പിരിച്വൽ ജേർണിയിലാണെങ്കിൽ മരണം എന്ന് പറയുന്നത് ഒരു ഡെത്ത്, അതായത് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അല്ലെങ്കിൽ ആ ഫോട്ടോസ് കാണുന്നത്, മരിച്ച ചിത്രശലഭങ്ങളെ കാണുന്നത്, ഇതേപോലെ മരണപ്പെട്ടവരുടെ ഫോട്ടോസ് കാണുന്നത്, ന്യൂസ് കാണുന്നതൊക്കെയും നമ്മളുടെ ഉള്ളിലെ നമ്മളുടെ ഓൾഡ് വേർഷൻ്റെ ഡെത്ത് നടക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് നമ്മൾ മരിച്ചു എന്നല്ല, നമ്മളുടെ തോട്ട് പാറ്റേൺ ആവാം, നമ്മളുടെ അതുവരെ നമ്മൾ ബിലീവ് ചെയ്തിരുന്ന നമ്മളുടെ ഒരു വേർഷൻ കാണും. ആ വേർഷൻ പതിയെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ അതിൻ്റെ ഡെത്ത് സംഭവിച്ച് നെക്സ്റ്റ് അതൊരു റീബേർത്ത് പ്രോസസ്സിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നത്. ഈ ഒരു കണ്ടൻറ്റ് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ടും ഹീലിംഗ് സെഷൻസിനായിട്ടും റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.